ഇവിടെ ഖത്തറിൽ ഞാനിങ്ങനെ ഇന്നലെ ഓഫീസും കഴിഞ്ഞ് മെട്രോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ മെട്രോ ഒന്ന് ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട് ഞാൻ ചുറ്റുമുള്ള ഇങ്ങനെ മെട്രോയും എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പം ഞാൻ രാസ്ബൂല ഇറങ്ങാം. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടക്കുക പുറത്തേക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ ഒറ്റയ്ക്കാണ് റൂമിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ ഹസ്ബൻഡ് എന്നെ കാത്തിക്കുന്നുണ്ടാവും, പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്ത് കുറേ ഇങ്ങനെ നടന്ന് പുറത്തെത്തി. അപ്പം പുറത്തെത്തിയ സമയത്ത് വന്നോ എന്ന് ചോദിച്ചു അച്ഛൻ എന്നോട്, ഹസ്ബൻഡ് വന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നില്ല, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് രാത്രിയാകുമ്പോൾ ഇവർക്ക് പേടിയാണല്ലോ. പൊതുവേ ഇതിപ്പം ഖത്തറാണെങ്കിൽ ഏത് നാടാണെങ്കിലും ഇവർ കുറച്ച് പേടിയൊക്കെ, അയ്യോ അധികം വൈകുണ്ടോ വീട്ടിൽ പോണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എടുക്കാൻ വൈകി അച്ഛൻ ഒരു ഡയലോഗ് അടിച്ച്, ഞാൻ കൂട്ടാൻ വരണോന്ന് ചോദിച്ചു പെട്ടെന്ന്. ഞാനൊരു നിമിഷം സ്റ്റെക്കായി പോയേ. കാരണം മോസ്റ്റ് ഗേൾസിനൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം എവിടെയെങ്കിലും പോയി ഒന്ന് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചിലപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ആ സ്റ്റോപ്പിൽ നമ്മൾ അച്ഛൻ കാത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ഇപ്പം കോളേജിൽ നിന്നും ആഴ്ചയിൽ ഇങ്ങനെ വർക്കും കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒക്കെ അച്ഛൻ ആ സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തിക്കുന്ന പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നു. അത് എന്നോട് ഞാൻ തൊന്നും മിണ്ടാത്ത, ഞാൻ വരണോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാരണം നമ്മളെ പാരൻസ് അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് നമ്മളെ എവിടെയും നമ്മൾ ഒറ്റയ്ക്ക് നിർത്തൂലല്ലോ. കാരണം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണല്ലോ, കൂട്ടിക്കൊണ്ടുപോകാനും അല്ലെങ്കിൽ കൊണ്ടാക്കാനും. ഒരു കാലം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇത്ര കെയർ നമുക്ക് നമ്മുടെ ലൈഫിൽ വേറെ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല.